ആസിഫ് അലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷയുള്ള ചില സിനിമകൾ ഉണ്ടാവാറുണ്ട്. അതിൽ ചിലതൊക്കെ അങ്ങനെ തിയേറ്ററിൽ വർക്കാവൊക്കെ ചെയ്തു പോയിട്ടുള്ളതാണ്. മുൻപ് അദ്ദേഹത്തിന്റെ ഒരു കരിയറിന്റെ ഒരു തുടക്കത്തിൽ അസുരവിത്ത് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ പേഴ്സണലി പുള്ളിക്ക് വലിയ പ്രതീക്ഷ ഉള്ളതായിരുന്നു. പുള്ളി ഒരു പക്ഷേ ഒരു പ്യുവർ സ്റ്റാർ മെറ്റീരിയലൊക്കെ ആയിട്ട് മാറ്റാൻ കെൽപ്പുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് ആസിഫ് അന്ന് കരുതിയതായിട്ട് അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അങ്ങനെ പ്രതീക്ഷ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ടിക്കി ടാക്ക. ടിക്കി ടാക്കയിൽ വലിയ കാസ്റ്റിംഗ് ഉണ്ട്. അത് എന്താ പറയുക, രോഹിത് VS കളയൊക്കെ എടുത്ത ഡയറക്ടറാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ഇന്നലെ അതിന്റെ ഫസ്റ്റ് ലുക്ക് വന്നു. ഫസ്റ്റ് ലുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ മലയാളമാണ്. കാരണം കിടിലനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ഷൂട്ടിംഗ് ഡേയ്സ് ഇനിയും പെൻഡിങ് ഉള്ളതാണ് ആ സിനിമയെ സംബന്ധിച്ച്. വലിയ സിനിമയാണ്. ആസിഫ് അലി എപ്പോഴും ടിക്കി ടാക്കയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അങ്ങേയറ്റം പ്രതീക്ഷയിലാണുള്ളത്. അപ്പൊ ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ ടിക്കി ടാക്കയ്ക്ക് കഴിഞ്ഞാൽ വലിയ ഹിറ്റായിരിക്കും. നെസ്ലിനൊക്കെ ഭാഗമാണ് സിനിമയിൽ. അപ്പൊ കാസ്റ്റിംഗിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സെൻസേഷനായി മാറിയിട്ടുണ്ട് സിനിമ. മലയാളി പ്രേക്ഷകർ ഒന്നാകെ കാത്തിരിക്കുന്ന ആസിഫിന്റെ ചിത്രമാണ് ടിക്കി ടാക്ക. ടിക്കി ടാക്ക സക്സസ് ആയാൽ ആസിഫിന്റെ കരിയർ ഒന്നാകെ മാറാനും സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, ചില സിനിമകളായിരിക്കും ചിലരുടെ കരിയർ ഒന്നാകെ മാറ്റിമറിക്കുക. ആസിഫിനെ സംബന്ധിച്ച് പുള്ളിയുടെ ഒരു ബ്രേക്ക് ത്രൂ ആവുന്ന ഒരു സിനിമയായിരിക്കും. കാരണം പുള്ളി ഒരു നെക്സ്റ്റ് ഡോർ ഇമേജ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാവാൻ നല്ല സാധ്യതയുണ്ട്. പുള്ളി അതിനുവേണ്ടി എടുത്തിട്ടുള്ള ഫിസിക്കൽ എഫർട്ടൊക്കെ നമുക്കറിയാം. അതിന്റെ ചില ഷൂട്ടിംഗ് പോർഷൻസ് ഒക്കെ കണ്ടതിൽ നിന്നും അതൊരു ഗംഭീര പരിപാടിയായിരിക്കും എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ടിക്കി ടാക്ക ആ ഒരു പ്രതീക്ഷ നിലനിർത്തട്ടെ. ആസിഫിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായും പുള്ളിയുടെ കരിയറിലെ ഏറ്റവും വലിയ എന്താ പറയുക ബ്രേക്ക് ത്രൂ ആയിട്ടൊക്കെ മാറട്ടെ.